എന്നതിന്റെ അർത്ഥം വരെ മാറ്റി എഴുതിയ കെ-പോപ്പ് ബാൻഡാണ് BTS. ലോകത്താകമാനം ആരാധകരുള്ള ഇവരെ കാണാനായി ഇന്ന് കേരളത്തിൽ നിന്ന് വരെ പെൺകുട്ടികൾ വീട്ടിൽ നിന്നും ഒളിച്ചോടി ഇറങ്ങിപ്പോയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വെറും അന്ധമായ ആരാധനകളിൽ മയങ്ങി സമയം കളയാതെ BTS കാരണം ഇന്ന് കേരളത്തിൽ നിന്നും ലോക പ്രശസ്തിയിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കെ-പോപ്പ് താരമായ മലയാളി പെൺകുട്ടി, തിരുവനന്തപുരം സ്വദേശി ഗൗതമി. ആമി എന്ന വീട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഗൗതമി കെ-പോപ്പിന്റെ സ്വന്തം ആര്യയായി മാറിയ കഥ ഏതൊരു കെ-പോപ്പ് ആരാധകർക്കും പ്രചോദനമാണ്. ഒരിക്കൽ സ്കൂൾ വിട്ടു വന്ന കൊച്ചാമിക്ക് ടിവിയിൽ നിന്നും കേട്ട വ്യത്യസ്തമായ ഭാഷയിലെ പാട്ടിനോട് കൗതുകം തോന്നി. ആ കൗതുകം പിന്നീട് താല്പര്യമായി മാറി. 2017 മനസ്സിൽ കയറി കൂടിയ കൊറിയൻ സംഗീതം മറ്റാരുടെയുമായിരുന്നില്ല, BTSന്റെ ബ്ലഡ് സ്വെറ്റ് ടിയേഴ്സ് എന്ന ഗാനമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആമിയുടെ പ്രയത്നങ്ങളുടെ ദിനമായിരുന്നു. ശാസ്ത്രീയമായി ആമി സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ ഒറ്റയ്ക്ക് മുറിക്കുള്ളിലിരുന്ന് യൂട്യൂബ് വീഡിയോ കണ്ട് അവൾ അത് പഠിച്ചെടുത്തു. ലോകം മൊത്തം കൊറോണയുടെ ഭീതിയിൽ എരിഞ്ഞപ്പോൾ ആമി തന്റെ ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ടു. ഓൺലൈനായി പോപ്പ് സംഗീതവും ഗിറ്റാറും ഒക്കെ വശത്താക്കി. പിന്നെ കൊറിയയിലേക്ക് എത്താനുള്ള വഴിയിലെ 3 ഘട്ടമുള്ള ഓഡിഷനും ആമി പുഷ്പം പോലെ കടന്നു. യഥാർത്ഥത്തിൽ അവസാന റൗണ്ട് ആമിക്കുണ്ടായിരുന്നില്ല. നേരിട്ട് വന്ന് പരിശീലനത്തിന് ജോയിൻ ചെയ്യാനായിരുന്നു നിർദ്ദേശം. അങ്ങനെ ആമി കൊറിയയ്ക്ക് വിമാനം കയറി. കഠിനമായ പ്രാക്ടീസും നാട്ടിൽ നിന്നും ദൂരെയുള്ള ജീവിതവും ഏറെ വിഷമിപ്പിച്ചെങ്കിലും അവളെ തളർത്തിയിരുന്നില്ല. അതിവേഗം ഭാഷ പഠിച്ചെടുത്തു. പുതുതലമുറയുടെ നാളെയെക്കുറിച്ച് പറയുന്ന BTSന്റെ ടുമോറോ എന്ന ഗാനമായിരുന്നു ആര്യയ്ക്ക് എന്നും ഇൻസ്പിറേഷൻ. അങ്ങനെ പരിശീലനം തുടങ്ങും മുൻപേ തന്നെ ആര്യയെ അരങ്ങേറ്റ സംഘത്തിൽ ഉൾപ്പെടുത്തി. ആമി എന്ന പേര് തന്നെ സ്റ്റേജ് നെയിം ആക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും BTSന്റെ ആർമിയോട് സാമ്യമുള്ളതിനാൽ ആര്യ എന്നാക്കുകയായിരുന്നു. അങ്ങനെ ഗൗതമി കെ-പോപ്പിന്റെ ആര്യയായി മാറി. ഇന്ന് എക്സിൻ ബാൻഡിലെ റാപ്പറും വോക്കലിസ്റ്റുമാണ് ആര്യ. നിരവധി പൗരാണിക സംസ്കാരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഇന്ത്യയിലെ ദൈവത്തിന്റെ കൊച്ചുനാടായ കേരളത്തിൽ നിന്നും ചോക്ലേറ്റുകളും ജുംക്കകളുമായി കൊറിയയിലെത്തിയ ആ കൊച്ചു പെൺകുട്ടിയോട് ബാൻഡിലെ മറ്റംഗങ്ങൾക്കും പ്രത്യേക ഇഷ്ടമാണുള്ളത്. ബാൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും ആര്യ തന്നെയാണ്. അതുകൊണ്ട് മഗ്നെ എന്ന ചെല്ലപ്പേരിലാണ് ആര്യയെ എല്ലാവരും വിളിക്കുക. ഗായികയായി മാത്രമല്ല, അഭിനയത്തിലും കുട്ടിക്കാലത്തെ തിളങ്ങിയിട്ടുണ്ട് ആര്യ. 2011 പുറത്തിറങ്ങിയ മാധവ് രാംദാസിന്റെ മേൽവിലാസം എന്ന ചിത്രത്തിൽ പാർത്ഥിബന്റെ മകളായ അമ്മുവായി വേഷമിട്ടിരുന്നു. സീരിയൽ രംഗത്തും ഡോക്യുമെന്ററികളിലും സജീവമായിരുന്ന ആമി 2013 പുറത്തിറങ്ങിയ താങ്ക് യു എന്ന സിനിമയ്ക്ക് ശേഷം മുംബൈയിലേക്ക് താമസം മാറിയതോടെ അഭിനയം നിർത്തുകയായിരുന്നു. ഒരു കെ-പോപ്പ് ആരാധികയുടെ വെറും നിമിത്തമായി കിട്ടിയ ഭാഗ്യമായിരുന്നില്ല ആര്യയുടേത്. ഭാവിയിൽ താൻ എന്തായി മാറണമെന്ന് കുട്ടി ആമി മുൻകൂട്ടി കണ്ടിരുന്നു. ഭാവിയിലെ താരമാകാൻ പോകുന്ന ആമിക്ക് ചെറിയ ആമി എഴുതിയ കത്തുകൾ അതിനുദാഹരണമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.